മരക്കാർകണ്ടിയിൽ നിർമ്മിക്കുന്ന മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ടെൻഡറിനെതിരെ കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിപക്ഷം. ടെൻഡർ സുതാര്യമല്ലെന്നും ആരെയോ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും എൻ സുകന്യ ആരോപിച്ചു. എന്നാൽ സർക്കാർ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ടെൻഡർ വിളിച്ചതെന്ന് മേയർ മുസ്ലിം മഠത്തിലും പറഞ്ഞു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി DBOT അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ മരക്കാർകണ്ടിയിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കുന്നത്. STPയുടെ ഓപ്പൺ ടെൻഡർ വിളിക്കുകയും 2 ടെൻഡറിൽ കോയ ആൻഡ് കമ്പനിയുടെ ടെൻഡർ അംഗീകരിക്കുകയും ചെയ്തു. ടെൻഡർ നടപടിയിൽ സംശയം പ്രകടിപ്പിച്ച കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിപക്ഷം വിയോജനം രേഖപ്പെടുത്തി. എൻ സുകന്യയാണ് ടെൻഡറിൽ സംശയം പ്രകടിപ്പിച്ചത്. 40 കോടി എന്നാണ് ആദ്യം ടെൻഡറിൽ രേഖപ്പെടുത്തിയത്. പിന്നീട് തുക 140 കോടി എന്നാക്കി തിരുത്തി. ഈ തിരുത്തൽ ആരെയെങ്കിലും സഹായിക്കാൻ ബോധപൂർവം ഉണ്ടാക്കിയതാണോ എന്നാണ് സംശയമെന്നും എൻ സുകന്യ ആരോപിച്ചു. ഈ വന്നിട്ടുള്ള പൊരുത്തങ്ങൾ സാധാരണ കരാറുകാര് അവര് ടെൻഡറിന് വേണ്ടിയിട്ടുള്ള പരിശോധിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ ഒരു സാധ്യത അനുസരിച്ചുള്ള ടെൻഡറുകളായിരിക്കുമല്ലോ എമൗണ്ട് ആയിരിക്കുമല്ലോ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൊരുത്തക്കേട് ബോധപൂർവമായിട്ട് വന്നതാണോ എന്നുള്ളത്, അതായത് 40 കോടി ആദ്യം വരെ തിരുത്തിയിട്ടുണ്ട്, പക്ഷെ തിരുത്തിയത് പിന്നീടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ഉയർന്ന മൂല്യമുള്ള പദ്ധതികൾ കൈകാര്യം ചെയ്യുന്ന കരാറുകാർക്ക് ഈ ടെൻഡർ അത് കണ്ടെത്താനോ അത് പങ്കെടുക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്നു. മറ്റൊന്ന്, അതിന്റെ ഒരു സ്കോപ്പ് ഓഫ് വർക്ക്, ഒരു പ്രവൃത്തി മുന്നോട്ട് വെക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ, വ്യക്തമായിട്ടുള്ള പ്രോജക്റ്റ്, അതിന്റെ അതിരുകള്, കോർപ്പറേഷനിൽ ഈ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന പ്രദേശം, അതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിർത്തി, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഈ ടെൻഡറിന്റെ ഭാഗമായിട്ട് അതില് കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് സൂചിപ്പിക്കുന്നത്. സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ടെൻഡർ നടപടികൾ സ്വീകരിച്ചതെന്നും എല്ലാ കാര്യങ്ങളും പരിശോധിച്ച കൗൺസിൽ അംഗീകരിച്ചാണ് ടെൻഡർ വിളിച്ചതെന്നും മേയർ പറഞ്ഞു. ഓപ്പൺ ടെൻഡറാണ് വിളിച്ചത്. വികസന പ്രവർത്തനങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനം ഗുണം ചെയ്യില്ലെന്നും മേയർ പറഞ്ഞു. സർക്കാരിന്റെ തന്നെ പദ്ധതിയാണ്. ഈ പദ്ധതികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പറയുകയല്ല, സ്വാഭാവികമായും നമുക്ക് സെൻട്രൽ ഫൈനാൻസ് ഗ്രാന്റ് ലഭിക്കേണ്ട വിഷയമാണ്. ആ വിഷയത്തിൽ നമുക്ക് ആ പദ്ധതി പൂർത്തിയാക്കിയിട്ട് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന വലിയ തുകകളാണ്. ഇത്തരം വികസന പദ്ധതികൾ വരുമ്പോൾ ഇതിനോട് മുഖത്തിനെ നിൽക്കുക എന്നുള്ളത് ശരിയായ നടപടിക്രമമല്ല. അതോടൊപ്പം ഒരുപാട് കഴിഞ്ഞ വലിയ വെള്ളമെടുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, കൺസീവ് തുടങ്ങിയ പദ്ധതികളൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്ക് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ ടെൻഡർ വിളിക്കുന്ന ക്രൈറ്റീരിയകൾ വളരെ കർശനമാക്കിയത്. പയ്യാമ്പലത്തെ സൗകര്യങ്ങളെക്കുറിച്ചും കൗൺസിലിൽ ചർച്ച നടന്നു. പയ്യാമ്പലത്തെ വേണ്ടാത്ത ഇടമായി കാണുന്ന അവസ്ഥ അവസാനിപ്പിക്കണമെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ PK രാഗേഷ് പറഞ്ഞു. പയ്യാമ്പലത്ത് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ കൗൺസിലാണിതെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂരും പറഞ്ഞു. കൂട്ടായ ഇടപെടലിന്റെ ഭാഗമായി ശ്മശാനത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇനിയും പല കാര്യങ്ങളും അവിടെ ചെയ്യേണ്ടതുണ്ടെന്ന് പ്രതിപക്ഷത്തെ T രവീന്ദ്രനും പറഞ്ഞു. പയ്യാമ്പലം ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥയിൽ ശാശ്വത പരിഹാരമാണ് ഉണ്ടാകേണ്ടതെന്ന് BJP അംഗം VK ഷൈജുവും പറഞ്ഞു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനപ്രകാരം KC നമ്പർ വെരിഫിക്കേഷന് ഹാജരാകാത്ത ഓട്ടോറിക്ഷകളുടെ KC നമ്പർ റദ്ദ് ചെയ്യാനും കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.